ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വർത്തമാനകാലത്തിന്റെ നേരും നെറികേടും ക്യാമറ കണ്ണിലൂടെ പ്രതിഫലിപ്പിക്കുകയാണ് ബിയോണ്ട് വേർഡ്സ് എന്ന വാർത്താ ചിത്ര പ്രദർശനം. നഗരത്തിലെ 35 പത്ര ഫോട്ടോഗ്രാഫർമാരാണ് പ്രദർശനം ഒരുക്കിയത്. പ്രദർശന വിശേഷങ്ങളിലേക്ക് കടക്കും മുമ്പ് കാണാം പ്രധാന വാർത്തകൾ. PU ചിത്ര ലോക അത്ലറ്റിക്സിൽ തിരഞ്ഞെടുക്കപ്പെടാത്തതിൽ ഖേദം പ്രകടിപ്പിച്ച് PT ഉഷ. സെലക്ഷൻ കമ്മിറ്റിയിൽ താൻ അംഗമല്ലെന്നും നിരീക്ഷക എന്ന നിലയ്ക്കാണ് പങ്കെടുത്തതെന്നും PT ഉഷ. നിയമത്തിന്റെ വഴിക്ക് പോവാൻ വിൻസെന്റ് അനുവദിച്ചപ്പോൾ നിയമം കമ്മ്യൂണിസ്റ്റിന്റെ വഴിക്ക് വിടുകയാണ് പിണറായി സർക്കാർ എന്ന് DCC പ്രസിഡന്റ് T സിദ്ദിഖ്. വിൻസെന്റിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നും സിദ്ദിഖ്. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ CPI ദേശീയ പ്രക്ഷോഭം ആരംഭിച്ചു. ഐക്യദാർഢ്യവുമായി CPI ജില്ലാ കമ്മിറ്റി ആദായ നികുതി ഓഫീസ് മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. PU ചിത്ര ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ തെരഞ്ഞെടുക്കപ്പെടാത്തതിൽ ഖേദമുണ്ടെന്ന് PT ഉഷ. യോഗ്യത ഇല്ലാത്ത ആരെയും ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാറില്ലെന്നും സെലക്ഷൻ കമ്മിറ്റിയിൽ താൻ അംഗമല്ലെന്നും PT ഉഷ മാധ്യമങ്ങളോട് പറഞ്ഞു. വിജയങ്ങളാണ് ആഘോഷിക്കേണ്ട, വിവാദങ്ങളല്ല എന്നാണ്. അത് പ്രത്യേകിച്ചും വിവാദങ്ങൾ ആഘോഷിക്കുമ്പോൾ നിരപരാധികളിൽ പെടരുന്നുള്ളതാണ് എൻ്റെ നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന. ഞാൻ അത്ലറ്റിക് അസോസിയേഷന്റെ ഒരു കമ്മിറ്റിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്നെങ്കിൽ ഏറ്റവും ചെറിയ കാര്യങ്ങളും പഠിച്ചിട്ട് വേണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ. നിയമത്തിന്റെ വഴിക്ക് പോവാൻ വിൻസെന്റ് അനുവദിച്ചപ്പോൾ നിയമം കമ്മ്യൂണിസ്റ്റിന്റെ വഴിക്ക് വിടുകയാണ് പിണറായി ചെയ്യുന്നതെന്ന് DCC പ്രസിഡന്റ് T സിദ്ദിഖ്. വിൻസെന്റിനെതിരെയുള്ള സ്ത്രീ പീഡന കേസ് കെട്ടിച്ചമച്ചതാണെന്നും വിൻസെന്റിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നും T സിദ്ദിഖ് കോഴിക്കോട് പറഞ്ഞു. CPM എടുത്തിരിക്കുന്ന പ്രത്യേക താല്പര്യമനുസരിച്ചെടുത്തിരിക്കുന്ന നിഗൂഢമായിട്ടുള്ള കേസാണിത്. ശ്രീ M വിൻസെന്റ് പൂർണ്ണമായും നിരപരാധിയാണെന്ന് മാത്രമല്ല, ഈ പറയുന്ന സ്ത്രീക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു വിക്ടിം ആ സ്വന്തം സ്ഥലത്തേക്ക് വരുമ്പോൾ അവർക്ക് ഇറങ്ങാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സ്ഥിതിയുള്ള ഒരു സ്ഥലം ബാലരാമൂരല്ലാതെ വേറെ സ്ഥലമില്ല. എന്റെ കാരണം ഒന്ന് വിൻസെന്റിന് അവിടെയുള്ള ആളുകൾക്കറിയാം, ഈ സ്ത്രീയെയും അവിടെയുള്ള ആളുകൾക്കറിയാം. ആ സ്ത്രീക്ക് ആ സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ല, പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി പോലെ ഇറങ്ങാൻ പറ്റില്ല. അതാണ് സ്ഥിതി. അത്തരമൊരു സാഹചര്യത്തിൽ CPM നിർമ്മിച്ചിരിക്കുന്ന ഈ കേസ്, അതുകൊണ്ടാണ് ഇന്നലെ KPCC വിൻസെന്റിന് പൂർണ്ണ പിന്തുണ. പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരെ CPIM ഇതുപോലെ വേട്ടയാടാൻ ശ്രമിച്ചാൽ അതിന് വിട്ടുകൊടുക്കാൻ പാർട്ടി തയ്യാറല്ല എന്നുള്ളതാണ് ഇന്നലെ എടുത്തിരിക്കുന്ന തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ CPI ആരംഭിച്ച ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി CPI ജില്ലാ കമ്മിറ്റി ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. CPI ദേശീയ കൌൺസിൽ അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷകരെ വെടിവെച്ചു കൊല്ലുന്ന കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ CPI ദേശീയ തലത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചു. ഇതിന് ഐക്യദാർഢ്യവുമായി CPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPI ദേശീയ കൌൺസിൽ അംഗം CN ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന്, കൃഷിക്കാരന് അവന്റെ കൃഷി നടത്താൻ, ചെറുകിട വ്യവസായങ്ങൾ നടത്താൻ, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും സഹായമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് കൈകഴുകുന്നത് നല്ല നാളെ കുറിച്ച് വർത്തമാനം പറയുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കണം. TV ബാലൻ അധ്യക്ഷനായിരുന്നു. KV പങ്കജാക്ഷൻ, IV ശശാങ്കൻ, P ഗവാസ്, P വസന്തം, EK വിജയൻ MLA തുടങ്ങിയവർ സംബന്ധിച്ചു.
ഊഷ്മളമായ സൗഹൃദങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കോഴിക്കോട് ഗാന്ധി പാർക്കിലെ ജീവനക്കാരനായ കൃഷ്ണേട്ടനും വിഷ്ണുവും തമ്മിലുള്ള സൗഹൃദം അല്പം കൗതുകമേറിയതാണ്. ഈ ഒരു അപൂർവ സൗഹൃദത്തിന്റെ കാഴ്ചകൾ കാണാം. നഗരത്തിരക്കുകൾക്കിടയിലും ഒറ്റയ്ക്ക് ചെന്നിരിക്കാവുന്ന ഒരിടമാണ് കോഴിക്കോട്ടെ ചെറൂട്ടി റോഡിലുള്ള ഗാന്ധി പാർക്ക്. ഇവിടെ ഒരു അപൂർവ സൗഹൃദം പൂക്കുന്ന കഥയറിഞ്ഞാണ് ഉച്ചഭക്ഷണ സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ കണ്ട കാഴ്ചയാണിത്. വിഷ്ണു വിഷ്ണു തോണിങ്ങോ കഴിയട്ടെ, എന്നാ തോനെ മീൻ തന്നെ കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് നൽകിയതാണ് കൃഷ്ണേട്ടന് ഈ ആമയെ. കുളത്തിൽ ഒറ്റയ്ക്കായതുകൊണ്ടാവാം ഭക്ഷണം നൽകാൻ ചെല്ലുമ്പോഴെല്ലാം ആമയുമായി കൃഷ്ണേട്ടൻ ആത്മബന്ധത്തിലായത്. ആരുമില്ലാത്ത നേരങ്ങളിൽ അവരിങ്ങനെ സൗഹൃദം പങ്കിട്ടിരിക്കും. ഞാനൊരു 5 ദിവസം പനി പിടിച്ച് കിടന്നപ്പോൾ ആൾക്കാരൊക്കെ ഇതിൻ്റെ അടുത്ത് വന്ന് നീ ആമ, അതായത് എൻ്റെ വിഷ്ണു ഭക്ഷണം കിട്ടാതെ ഓടി നടക്കാൻ തുടങ്ങി. അതിൽ ഈ ടാങ്കിന് ചുറ്റോറും ഇങ്ങനെ ഓടായി. അപ്പോൾ എല്ലാവരും നിന്ന് നോക്കി. അവർ ഈ അടുത്ത സെക്യൂരിറ്റിക്കാരനെല്ലാം കൂടി പോയിട്ട് അവനെ കേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ട് കൊടുത്തെങ്കിലും അത് തിന്നില്ല. എന്നിട്ട് എന്നെ അറിയിച്ച് ഞാനിവിടെ വരുന്ന പനി പിടിച്ച് കഴിഞ്ഞ് വന്ന ദിവസത്തിൽ ഞാൻ കൊണ്ടുവന്നിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ വേഗം വന്ന് അത് തിന്നുകയും ചെയ്തു. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നോളൂ. പക്ഷേ വെള്ളം അധികമാകുമ്പോൾ എനിക്കൊരു പേടിയാകും, പുറത്തേക്ക് ചാടിക്കാളുന്നു. അപ്പോൾ വെള്ളം ഇങ്ങനെ എപ്പോഴും വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനതിനെ. 90 വയസ്സുള്ള AK കൃഷ്ണൻ വൈദ്യർ എന്ന കൃഷ്ണേട്ടൻ അഗ്രികൾച്ചറൽ ഓഫീസറായി വിരമിച്ച ശേഷമാണ് ഗാന്ധി പാർക്കിലെത്തിയത്. ഇപ്പോൾ ഇവിടെ കാണുന്ന മരങ്ങളെല്ലാം തന്നെ കൃഷ്ണേട്ടൻ നട്ടുവളർത്തിയതാണ്. ഗാന്ധി പാർക്കിലെ ഈ ഗാന്ധിയൻ പാർക്കിന്റെ വെറും മേൽനോട്ടക്കാരൻ മാത്രമല്ല, പ്രകൃതിയുടെ കാവൽക്കാരൻ കൂടിയാണ്. ക്യാമറമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം ഐശ്വര്യ, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. ശാന്തവും അശാന്തവുമായ വർത്തമാനകാലത്തിലെ നേർക്കാഴ്ചകളുമായി ബിയോണ്ട് വേർഡ്സ് വാർത്താചിത്ര പ്രദർശനം ആരംഭിച്ചു. യുവനടി അഞ്ജലി അമീർ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെ 35ഓളം വരുന്ന പത്ര ഫോട്ടോഗ്രാഫർമാരുടെ 70ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ശാന്തവും അശാന്തവുമായ വർത്തമാനകാലത്തിനു നേരെ തുറന്നുവെക്കുന്ന ക്യാമറകൾ ചരിത്രത്തിന്റെ സാക്ഷ്യങ്ങളാണ്. ചരിത്ര സാക്ഷ്യങ്ങളെ ഒപ്പിയെടുക്കുന്ന ഫോട്ടോഗ്രാഫർമാരാകട്ടെ കാലത്തിന്റെ സാക്ഷികളും. ഇത്തരത്തിൽ കാലത്തെ സാക്ഷിയാക്കി ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ 70ഓളം ചിത്രങ്ങളാണ് ഇന്ന് ആർട്ട് ഗാലറിയുടെ ചുവരുകളെ അലങ്കരിക്കുന്നത്. ബിയോണ്ട് വേർഡ്സ് എന്ന പേരിൽ കാലിക്കറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറമാണ് പ്രദർശനമൊരുക്കിയത്. ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച വാർത്താചിത്ര പ്രദർശനം യുവനടി അഞ്ജലി അമീർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്താ പറയാ, ഇങ്ങനെ വിളിച്ച് ഇങ്ങനൊരു നല്ല സംരംഭത്തിലേക്ക് എന്നെയും ക്ഷണിച്ചതിന് എല്ലാവരോടും എനിക്ക് നല്ല നന്ദിയും കടപ്പാടൊക്കെ ഉണ്ട്. ദേശീയ പുരസ്കാര ജേതാവ് സുരഭി ലക്ഷ്മി മുഖ്യാതിഥിയായിരുന്നു. ഇത് പറയുന്ന ഒരു മൊമെന്റിന് ഒരു മാജിക്കൽ മൊമെന്റ് അത് തന്നെ. കമാലിക്കാക്ക് അത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ മൊമെന്റ് കണ്ടെത്തുന്ന ആളുകളാണ് ഈ ഇത്രയും ഫോട്ടോ എടുക്കുന്ന ആളുകൾ എല്ലാവരും. ഈ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും കൂടി എന്റെ സിനിമ കണ്ടാൽ ഒരു 2-3 ഷോയെങ്കിലും ഒന്ന് തള്ളി നീങ്ങി പോവും. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സെക്രട്ടറി N രാജേഷ്, രാജേഷ് മേനോൻ, ചെറൂപ്പ സാഹിബ്, PJ ഷെല്ലി തുടങ്ങിയവർ പങ്കെടുത്തു. ഇത് 2ാം തവണയാണ് നഗരത്തിലെ ഫോട്ടോഗ്രാഫർമാർ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലത്തിനുള്ളിൽ നഗരത്തിൽ നിന്നും ഒപ്പിയെടുത്ത സമരങ്ങൾ, ആഘോഷങ്ങൾ, ആൾത്തിരക്കുകൾ, മത്സരങ്ങൾ, അതിജീവന കാഴ്ചകൾ, പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ പ്രദർശനത്തിന്റെ ആകർഷണങ്ങളാണ്. പ്രദർശനം 30-ന് സമാപിക്കും. വാർത്തകളിൽ ഒരു ഇടവേള. You by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം, പേടിക്കണ്ട. ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. 1 അല്ല 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി. പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്.
ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. മർമ്മസൂത്രം ആയുർവേദ സിദ്ധ മർമ്മ വൈദ്യശാല രോഗശമനത്തിനൊപ്പം ആരോഗ്യവും ആത്മവിശ്വാസവും. വെറും ലക്ഷണങ്ങൾ നോക്കിയല്ല, ശരീരമാസകലം വേദനയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അസഹ്യനമായ പഴക്കം ചെന്ന വിട്ടുമാറാത്ത ശരീര സന്ധിവേദനകൾക്ക് ശാശ്വത പരിഹാരം. കഴുത്ത്, നട്ടെല്ല്, ഇടുപ്പ്, കൈകാൽ മുട്ടുകളിലെ വേദന, വീക്കം, എല്ല് തേയ്മാനം, മസ്തിഷ്കാഘാതം മൂലം വരുന്ന തളർച്ച, ബലക്ഷയം, നാടിഞരമ്പ് കൊടുങ്ങൽ, മൈഗ്രെയിൻ, കലശലായ തലവേദന, നിരന്തരമുള്ള വയറുവേദന, ക്യാൻസർ മൂലമുള്ള വേദന എന്നിവയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ പെയിൻ റിലീഫ് ക്ലിനിക് മർമ്മസൂത്രം. മർമ്മമറിഞ്ഞ ചികിത്സ. പുതിയ നിരത്ത്, എലത്തൂർ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി വിളിക്കൂ 04952460 or 9895151601. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്, സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം, +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം, കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് സാമൂറിയൻസ് ഗുരുവായൂരപ്പൻ കോളേജിനെതിരെ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് വിശദീകരണവുമായി കോളേജ് മാനേജ്മെന്റ് രംഗത്ത്. കോളേജിലെ വിദ്യാർത്ഥി ആദർശ് വിജയ്ക്കു നേരെ നടന്ന ഒറ്റപ്പെട്ട സംഭവമാണെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് സാമൂറിയൻസ് ഗുരുവായൂരപ്പൻ കോളേജിൽ നടന്ന അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട പ്രമുഖ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അതിശയോക്തിപരമാണെന്നും കോളേജിൽ ഗുണ്ടാപ്പട വിലസുന്നുവെന്ന പരാമർശം ശരിയല്ലെന്നും കേരളത്തിലെ ക്യാമ്പസുകളിൽ പൊതുവായി കണ്ടുവരുന്ന പ്രശ്നങ്ങൾക്കപ്പുറമുള്ള ഒന്നും തന്നെ ഗുരുവായൂരപ്പൻ കോളേജിലില്ലെന്നും മാനേജ്മെന്റ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി ആദർശ് വിജയ്ക്ക് നേരെ ഈ വേളയിൽ നടന്ന അക്രമം ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് കാണേണ്ടത്. കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത അതുഷ് ടിവ 2 സെമസ്റ്ററുകളായി പരീക്ഷ എഴുതാത്തതിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്തായ വിദ്യാർത്ഥിയാണ്. അതുലിനെതിരെ ആദർശ് നൽകിയ പരാതി ഉടൻ പോലീസിന് കൈമാറിക്കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയാണ് കോളേജ് പ്രവർത്തിച്ചത്. എന്നിട്ടും സംഭവവുമായി ബന്ധപ്പെട്ട് നിറപ്പിടിപ്പിച്ച വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോളേജ് ഗുണ്ടാസംഘങ്ങളുടെ പിടിയിലാണെന്ന വാർത്ത യുക്തിക്ക് നിരക്കുന്നതല്ലെന്നും കോളേജ് അധികൃതർ പ്രതികരിച്ചു. നമ്മുടെ കോളേജിൽ ഏതാണ്ട് 70% പെൺകുട്ടികളാണ്. ആ 70% പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിൽ ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് ചിത്രീകരിക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിയമ നടപടി നേരിടുന്ന സിലീഷ് തോമസിന് ഐക്യദാർഢ്യവുമായി റവന്യൂ ജീവനക്കാർ കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ ഉപവാസ സമരം ആരംഭിച്ചു. സംഭവത്തിൽ ജില്ലാ ഭരണകൂടം തിരക്കിട്ടെടുത്ത നടപടി പുനഃപരിശോധിക്കണമെന്ന് സമരക്കാർ പറഞ്ഞു. ചെമ്പനോട വില്ലേജ് ഓഫീസിൽ കർഷകനായ ജോയ് എന്ന തോമസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിയമ നടപടി നേരിടുന്ന ജീവനക്കാരൻ സിലീഷ് തോമസിന് ഐക്യദാർഢ്യവുമായി ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ ഉപവാസ സമരം ആരംഭിച്ചു. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ ആരംഭിച്ച ത്രിദിന ഉപവാസ സമരത്തിൽ സംഭവത്തിലെ ദുരൂഹത സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സിലീഷ് തോമസിന് നീതി ലഭ്യമാക്കണമെന്നും നിയമപരമായും നീതിപൂർവവും കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന ജീവനക്കാർക്ക് മതിയായ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യങ്ങൾ ഉയർന്നു. കൂടാതെ ജില്ലാ ഭരണകൂടം തിരക്കു പിടിച്ചെടുത്ത ഈ നടപടി പുനഃപരിശോധിക്കണമെന്നും ജീവനക്കാരെ ദ്രോഹിക്കുന്ന പോലീസ് വിജിലൻസിന്റെ നടപടി അവസാനിപ്പിക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മഹത്യകൾ തന്നെ കർഷകന്റെ ആത്മഹത്യപ്പോൾ തന്നെ വളരെ ദുഃഖകരമായ സംഭവമായിരുന്നു. നമ്മുടെ ജീവനക്കാരനെ ഇത്രയും ദിവസം ജാമ്യം പോലും ലഭിക്കാതെ ജയിലടച്ച കാര്യങ്ങൾ. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി അബൂബക്കർ, സെക്രട്ടറി PN ശശികുമാർ, വൈസ് പ്രസിഡന്റ് KP വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി R പ്രശാന്ത് തുടങ്ങിയവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി.
മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ജീവിതം പ്രമേയമാക്കി പത്രപ്രവർത്തകൻ നിസാർ ഒളവണ്ണ എഴുതിയ കെ കരുണാകരൻ കേരളത്തിന്റെ സുഹൃതം എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. പ്രകാശന കർമ്മം ജൂലൈ 29-ന് കല്ലായി റോഡിലെ ഹോട്ടൽ വുഡീസിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളീയരുടെ പ്രിയങ്കരനായ രാഷ്ട്രീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ സൌഹൃദപരമായ ഇടപെടലുകൾ പ്രമേയമാക്കി പത്രപ്രവർത്തകൻ നിസാർ ഒളവണ്ണ എഴുതിയ കെ കരുണാകരൻ കേരളത്തിന്റെ സുഹൃതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജൂലൈ 29 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കല്ലായി റോഡിലെ ഹോട്ടൽ വുഡീസിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, മുൻ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ, കെ മുരളീധരൻ MLA എന്നിവർക്ക് ആദ്യ കോപ്പി നൽകിയാണ് പ്രകാശനം നിർവഹിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തികഞ്ഞ മതവിശ്വാസിയായ കെ കരുണാകരൻ മതസാംസ്കാരിക രംഗത്ത് നടത്തിയ സൌഹൃദപരമായ ഇടപെടലുകൾ സമഗ്രമായി പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. മതസാമുദായിക നേതാക്കൾ, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, കുടുംബാംഗങ്ങൾ എന്നിവരുടെ കരുണാകരനുമായുള്ള അനുഭവങ്ങൾ തുടങ്ങിയവ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ടെന്നും DCC പ്രസിഡന്റ് ടി സിദ്ദിഖ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അക്ഷരമുറ്റത്ത് അറിവിന്റെ പടികൾ ചവിട്ടേണ്ട പ്രായത്തിൽ പച്ചയായ പകൽ സ്വപ്നത്തിൽ അലയുകയാണ് തെരുവിന്റെ മക്കൾ. നിറമങ്ങിയ ബാല്യം ഇന്നും കോഴിക്കോട്ടെ തെരുവോരങ്ങളിലെ പതിവ് കാഴ്ചയാണ്. കൃതേഷ് വെങ്ങേരി പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. വലിയങ്ങാടി സെൻട്രൽ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്ക് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് CITU നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. കോർപ്പറേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CITU ജില്ലാ സെക്രട്ടറി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. വലിയങ്ങാടി സെൻട്രൽ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് CITU തൊഴിലാളികളാണ് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കുടിവെള്ളം, മാലിന്യം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാത്ത സാഹചര്യത്തിലായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം. പ്രതിഷേധ ധർണ CITU ജില്ലാ സെക്രട്ടറി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഭരണ നടത്തിപ്പിലെ പോരായ്മകൾ കോർപ്പറേഷൻ പരിഹരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ കോർപ്പറേഷൻ പാലിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികൾക്ക് രംഗത്തിറങ്ങേണ്ടി വന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ കോർപ്പറേഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കോർപ്പറേഷനാണ് എന്നെടുത്ത് കാണിക്കാവുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ വരുന്നതിന് വേണ്ടി ഭരണത്തിന്റെ നടത്തിപ്പിലുള്ള പോരായ്മകൾ പരിഹരിച്ചു പോകേണ്ടതുണ്ട്. ധർണയിൽ ഏരിയ സെക്രട്ടറി C നാസർ അധ്യക്ഷനായിരുന്നു. സെൻട്രൽ മാർക്കറ്റിലെ ഓവുചാലിൽ തെർമോക്കോളുകൾ നിറഞ്ഞ മാലിന്യം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വൈദ്യുതിയോ ആവശ്യത്തിന് കുടിവെള്ളമോ പോലും ഇവിടെ ലഭ്യമല്ലെന്നാണ് ആരോപണം. നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി 3 ടാപ്പുകളുടെ പ്രവർത്തനവും അനിശ്ചിതത്വത്തിലാണ്. ബയോഗ്യാസ് പ്രവർത്തന സജ്ജമാക്കുക, ശുചീകരണ പ്രവൃത്തികൾ കൃത്യമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers,
മർമ്മസൂത്രം ആയുർവേദ സിദ്ധ മർമ്മ വൈദ്യശാല രോഗശമനത്തിനൊപ്പം ആരോഗ്യവും ആത്മവിശ്വാസവും. വെറും ലക്ഷണങ്ങൾ നോക്കിയല്ല, ശരീരമാസകലം വേദനയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അസഹ്യനമായ പഴക്കം ചെന്ന വിട്ടുമാറാത്ത ശരീര സന്ധിവേദനകൾക്ക് ശാശ്വത പരിഹാരം. കഴുത്ത്, നട്ടെല്ല്, ഇടുപ്പ്, കൈകാൽ മുട്ടുകളിലെ വേദന, വീക്കം, എല്ല് തേയ്മാനം, മസ്തിഷ്കാഘാതം മൂലം വരുന്ന തളർച്ച, ബലക്ഷയം, നാടിഞരമ്പ് കൊടുങ്ങൽ, മൈഗ്രെയിൻ, കലശലായ തലവേദന, നിരന്തരമുള്ള വയറുവേദന, ക്യാൻസർ മൂലമുള്ള വേദന എന്നിവയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ പെയിൻ റിലീഫ് ക്ലിനിക് മർമ്മസൂത്രം. മർമ്മമറിഞ്ഞ ചികിത്സ. പുതിയ നിരത്ത്, എലത്തൂർ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി വിളിക്കൂ 04952460 or 9895151601. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് and we all liked it. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. we already have a plan. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. CITU ജില്ലാ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങളുമായാണ് ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറം ധർണ നടത്തിയത്. ആദായനികുതി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CITU ജില്ലാ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ രാജ്യം ഭരിച്ചിരുന്ന ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, അതിനു മുമ്പ് നരസിംഹറാവുവിന്റെ ഗവൺമെന്റ്, ഏത് നയത്തിൽ കൂടിയാണോ രാജ്യത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത് അതേ നയത്തിൽ, അതിനേക്കാൾ വേഗതയിൽ, അതിനേക്കാൾ തീവ്രതയിൽ, അതിനേക്കാൾ ആഴത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിനാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുകയും നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നത്. ഗ്രാമീണ ബാങ്ക് ജീവനക്കാർക്ക് പെൻഷൻ അനുവദിക്കുക, സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ ഫോർമുല പെൻഷൻ അനുവദിക്കുക, കാർഷിക വികസന ബാങ്ക് ജീവനക്കാർക്ക് പെൻഷൻ അനുവദിക്കുക, നാഷണൽ പെൻഷൻ സ്കീം പിൻവലിക്കുക തുടങ്ങി 11ഓളം ആവശ്യങ്ങളും ധർണയിൽ ഉയർന്നു. P. മധുസൂദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M. മാധവൻ, C. അപ്പുക്കുട്ടി, ഉഷാദേവി, C. രാജീവൻ, ബാലസുബ്രഹ്മണ്യൻ, മാവൂർ വിജയൻ, ജഗദീഷ് K. E. ഗോവിന്ദകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. എഴുത്തുകാരായ KP രാമനുണ്ണിക്കും ദീപ നിശാന്തിനുമെതിരായ വർഗീയ തീവ്രവാദികളുടെ ആക്രമണത്തിലും ഭീഷണിയിലും പ്രതിഷേധിച്ച് നഗരത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വ സാംസ്കാരിക പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരായ KP രാമനുണ്ണിക്കും ദീപ നിശാന്തിനുമെതിരായ വർഗീയ തീവ്രവാദികളുടെ ആക്രമണത്തിലും ഭീഷണിയിലും പ്രതിഷേധിച്ച് നഗരത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജനാധിപത്യ വ്യവസ്ഥിതിയെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലാണ് ഇന്ന് എഴുത്തുകാർക്ക് നേരെയുള്ള അക്രമങ്ങൾ നടത്തുന്നതെന്ന് സാഹിത്യ അക്കാദമി വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാമനുണ്ണി വൈകാരികമായി മതേതര പക്ഷത്ത് നിൽക്കുന്നയാളാണ്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണെങ്കിൽ അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണെന്നും സ്ത്രീകളെ പരാജയപ്പെടുത്താൻ അവരുടെ സ്ത്രീത്വത്തെയും ശരീരത്തെയും അപമാനിക്കുക എന്ന സ്ഥിരം തന്ത്രം സ്വീകരിച്ചതിന്റെ ഇരയാണ് ദീപ നിശാന്തെന്നും ഖദീജ മുംതാസ് കൂട്ടിച്ചേർത്തു. ശ്രീ KP രാമനുണ്ണി എപ്പോഴും എനിക്ക് തോന്നുന്നത് എഴുത്തുകാരുടെ കൂട്ടത്തിൽ വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ മതേതര പക്ഷത്ത് നിൽക്കും, വളരെ വൈകാരികമായിട്ട് തന്നെ മതേതര പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. പലപ്പോഴും ഞാനൊക്കെ തന്നെ രാമനുണ്ണിയൊക്കെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം രാമനുണ്ണി നിരന്തരം പറഞ്ഞു വളരെ വൈകാരികമായിട്ടാണ് രാമനുണ്ണി അതിനെ സമീപിക്കാറ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. വർഗീയത ഭൂരിപക്ഷത്തിൻ്റെതായാലും ന്യൂനപക്ഷത്തിൻ്റെതായാലും ഒരുപോലെ ഭ്രാന്തമാണെന്നും ഇതിനെതിരെയാണ് എഴുത്തുകാർ അണിചേരേണ്ടതെന്നും PK പാറക്കടവ് പറഞ്ഞു. പരിപാടിയിൽ KT കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, പ്രൊഫസർ V സുകുമാരൻ, വിൽസൺ സാമുവൽ, U ഹേമന്ത് കുമാർ, AK അബ്ദുൽ ഹക്കീം തുടങ്ങിയവർ സംബന്ധിച്ചു.
MS ബാബുരാജിന്റെ ഓർമ്മകൾ ഉണർത്തി മുസ്തഫ മാത്തോട്ടം. കലാകാർ കോഴിക്കോട് ഒരുക്കിയ MS ബാബുരാജ് സ്മാരക സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങിയ വേദിയിലാണ് മുസ്തഫ പാടിയത്. അനുഗ്രഹീത സംഗീതജ്ഞൻ MS ബാബുരാജിന്റെ ഓർമ്മകൾ നിറഞ്ഞ വേദിയിൽ മുസ്തഫ മാത്തോട്ടം പാടിയപ്പോൾ സദസ്സ് ആനന്ദത്തിൽ ആറാടി. കലാകാർ കോഴിക്കോട് ഏർപ്പെടുത്തിയ MS ബാബുരാജ് സ്മാരക സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങിയ വേദിയിലാണ് മുസ്തഫ മാത്തോട്ടം പാടിയത്. അസ്തമന കടലിനകലെ എന്ന ഗാനത്തോടെ മുസ്തഫ ഗാനസന്ധ്യയ്ക്ക് തുടക്കമിട്ടു. നദികളിൽ സുന്ദരി യമുന, സുറുമയെഴുതിയ മിഴികളെ തുടങ്ങിയ മലയാളികൾ എക്കാലവും ഇഷ്ടപ്പെടുന്ന നിരവധി ഗാനങ്ങൾ മുസ്തഫ പുനരവതരിപ്പിച്ചു. സിറാജ്, ഫിറോസ്, പ്രമോദ് ഷെണായി, പ്രജീഷ് തുടങ്ങിയവരാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയത്. MS ബാബുരാജ് സ്മാരക സംഗീത ശ്രേഷ്ഠ പുരസ്കാരം വിൽസൺ സാമുവൽ മുസ്തഫ മാത്തോട്ടത്തിന് നൽകി. പോൾ കലാനോട് ഉദ്ഘാടനം ചെയ്തു. കെ സലാം അധ്യക്ഷത വഹിച്ചു. കലാകാർ കോഴിക്കോട് പ്രസിഡന്റ് കോഴിക്കോട് അബ്ദുൽ നാസർ മുസ്തഫ മാത്തോട്ടത്തിനെ പൊന്നാട അണിയിച്ചു. നൌഷാദ് അരീക്കോട് അനുസ്മരണ പ്രഭാഷണവും നടത്തി. അൻവർ കുനിമൽ, MA റഹ്മാൻ തുടങ്ങിയവരും സംബന്ധിച്ചു. കേരള അയൺ ഫാബ്രിക്കേഷൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ പ്രതിനിധി കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിനാവശ്യമായ മാർഗങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയേഴ്സ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ പ്രതിനിധി കൺവെൻഷൻ കോഴിക്കോട്ട് നടക്കുന്നത്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുരാജ് മുഖ്യാതിഥിയായിരുന്നു. എന്ത് രോഗം നമുക്ക് സമ്മാനം ചെയ്യാൻ പറ്റില്ലാത്ത മാരകമായ വിഷാംശം കലർന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ഹോട്ടലുകളിൽ വളരെ സുന്ദരമെന്ന് പറയുന്ന ഹോട്ടലുകളിലൊക്കെ കൊടുക്കുക. ഒരിടപെടൽ നടത്തിയപ്പോൾ കുറെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് മലയാളിക്ക് ഒരു പൊതുബോധമായി വരേണ്ടത്. ഞാൻ നിങ്ങളൊക്കെ ഇടപെടുന്ന മണ്ഡലത്തിൽ വളരെ ശക്തമായി ഇതല്ലാതെ നമുക്ക് ഇങ്ങനെയല്ലാതെ നാം ആർജിച്ച നേട്ടം നമുക്ക് സംരക്ഷിക്കാറുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് I ഗിരീഷ്, V ശശികുമാർ, M കൃഷ്ണൻ, K സദാശിവൻ, AP അബൂബക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജനറൽ സെക്രട്ടറി P കൃഷ്ണദാസ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി K രാധാകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. IFS റാങ്ക് ജേതാവ് സുർജിത് സുന്ദറിനെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. കൺവെൻഷനിൽ പങ്കെടുത്ത പ്രതിനിധികൾക്കായി GST ക്ലാസും ഒരുക്കിയിരുന്നു. കേരള സ്റ്റേറ്റ് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് ലേബർ സെന്റർ സിറ്റി കൺവെൻഷൻ ഗാന്ധി ഭവനിൽ നടന്നു. കൌൺസിലർ P കിഷൻ ചന്ദ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് ലേബർ സെന്റർ സിറ്റി കൺവെൻഷൻ ഗാന്ധി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. കൌൺസിലർ P കിഷൻ ചന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ മാറ്റി അങ്ങോട്ടും മാറ്റുമ്പോൾ പലരെയും CIT-കാരാക്കി മാറ്റിയ ചരിത്രമാണുള്ളത്. നല്ല ഒരു സംഘടനയാക്കി വരുമ്പോൾ അവര് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് CIT-കാര് അവിടേക്കും ഇവിടേക്കും മാറ്റുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി സംഘടന മാറ്റുന്ന സ്ഥിതിവിശേഷം ഒരു ഭാഗത്തുണ്ട്. ശക്തമായ നിലപാട് ഞങ്ങൾ അവിടെ സ്വീകരിക്കുന്നുണ്ട്. HMS അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡുകളുടെ വിതരണവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. സിറ്റി പ്രസിഡന്റ് ഗഫൂർ പുതിയങ്ങാടി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഇക്ബാൽ മാത്തോട്ടം, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിജു ആന്റണി, സംസ്ഥാന സെക്രട്ടറി നീലിയോട്ട് നാണു, JDU നേതാവ് JN പ്രേംബാസിൻ, ഉമേഷ് അരങ്ങിൽ, KB ജയാനന്ദ, VK യാക്കൂബ് തുടങ്ങിയവർ കൺവെൻഷനിൽ സംബന്ധിച്ചു. കേരള സർക്കാരുകളുടെ നയങ്ങൾ, മേഖലയിലെ പ്രതിസന്ധികൾ തുടങ്ങിയവ ചർച്ച ചെയ്തുകൊണ്ടാണ് HMS കൺവെൻഷൻ സമാപിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PU ചിത്ര ലോക അത്ലറ്റിക്സിൽ തിരഞ്ഞെടുക്കപ്പെടാത്തതിൽ ഖേദം പ്രകടിപ്പിച്ച് PT ഉഷ. സെലക്ഷൻ കമ്മിറ്റിയിൽ താൻ അംഗമല്ലെന്നും നിരീക്ഷക എന്ന നിലയ്ക്കാണ് പങ്കെടുത്തതെന്നും PT ഉഷ. നിയമത്തിന്റെ വഴിക്ക് പോവാൻ വിൻസെന്റ് അനുവദിച്ചപ്പോൾ നിയമം കമ്മ്യൂണിസ്റ്റിന്റെ വഴിക്ക് വിടുകയാണ് പിണറായി സർക്കാരെന്ന് DCC പ്രസിഡന്റ് T സിദ്ദിഖ്. വിൻസെന്റിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നും സിദ്ദിഖ്. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ CPI ദേശീയ പ്രക്ഷോഭം ആരംഭിച്ചു. ഐക്യദാർഢ്യവുമായി CPI ജില്ലാ കമ്മിറ്റി ആദായ നികുതി ഓഫീസ് മാർച്ച്.
ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.